പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു കോഴ്സ് പഠിക്കുന്ന ടൈമിൽ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇന്റേൺഷിപ്പ് കാര്യങ്ങളും യെസ്. പ്രാക്ടിക്കൽസ് കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു 3 വർഷത്തിനുള്ളിൽ ഇവർക്ക് എങ്ങനെയാണ് പ്രാക്ടിക്കൽസ് കാര്യം BB ഏവിയേഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവുക? BB ഏവിയേഷൻ അത് പിന്നെ BB ഏവിയേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് ഞാൻ ആദ്യം അല്ല, പറഞ്ഞത് BBA വിത്ത് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആഡ്-ഓൺ കോഴ്സിന്റെ ആഡ് ഓൺ കാര്യമാണ്. പ്രോഗ്രാം. BBA പ്ലസ് ഏവിയേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം നിലവിൽ ചില കോളേജുകൾ ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഇപ്പം BBയുടെ റെഗുലർ ക്ലാസ്സസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറാണ് നമ്മുടെ ഏവിയേഷൻ്റെ ക്ലാസ്സസ് കൊടുക്കുന്നത്. അതിന് പുറമെ അത് ഏകദേശം ഒരു 3 മോഡ്യൂൾസ് 2-3 മോഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഏകദേശം എയർപോർട്ടിനെ കുറിച്ചൊരു ധാരണ കിട്ടുള്ളൂ. 3 മോഡ്യൂൾ കഴിയുമ്പോഴത്തേക്ക് എയർപോർട്ട് എന്താണ്, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കും. അതിനുശേഷം എയർപോർട്ട് നമ്മൾ കാണണം അല്ലേ. അപ്പോൾ എയർപോർട്ട് കണ്ടിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ലൈവായിട്ട് ഒരു മനസ്സിലാക്കാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 2 ഡേയ്സിൻ്റെയോ 4 ഡേയ്സിൻ്റെയോ വർക്ക്ഷോപ്പുകൾ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എയർപോർട്ടിൽ പോകുന്നു, 1 ഡേ ഗ്രൗണ്ട് സർവീസ്, അതായത് എയർപോർട്ടിലെ പാസഞ്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരും. പിന്നെ 1 ഡേ കാർഗോ സെക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം ദേ വിൽ ഗെറ്റ് എ സർട്ടിഫിക്കറ്റ് ഫ്രം നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉൾപ്പെടെ സർട്ടിഫിക്കേഷൻ കൊടുക്കാറുണ്ട്. ഇനി ലോജിസ്റ്റിക്സ് പഠിക്കുന്ന സമയത്ത് 1 ഡേ പോർട്ട് വിസിറ്റ്, അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ് ഉണ്ടാവുമല്ലോ. കണ്ടെയ്നേഴ്സ് ഒരുപാട് കണ്ടെയ്നേഴ്സ് ഉണ്ട്. കണ്ടെയ്നേഴ്സിനെ കുറിച്ച് കണ്ട് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കേഷൻ കിട്ടാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഏവിയേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ടിക്കറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്. ഗലീലിയോ. അതെ, അതായത് നമ്മൾ ടിക്കറ്റിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസാണ് അമേഡിയസ് അല്ലെങ്കിൽ ഗലീലിയോ എന്ന് പറയുന്നത്. പിന്നെ സെയ്ബറെ ഉണ്ട്. അങ്ങനെ 3-4 കമ്പനീസ് ആണ്. പിന്നെ ഡിഫറെൻറ്റ് എയർലൈൻസുകൾ അവർ സ്വന്തമായിട്ട് സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. ബേസിക് എന്ന് പറയുന്നത് അമേഡിയസ്, ഗലീലിയോ ആൻഡ് സെയ്ബറയാണ്. അപ്പോൾ ഇതിലൊരു കുറച്ച് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയാൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഒരു പിന്നെ എയർലൈൻ ടിക്കറ്റിംഗ് ഓഫീസിൽ ഇരുന്ന് കഴിഞ്ഞാൽ ടിക്കറ്റ് എങ്ങനെ റിസർവേഷൻ ചെയ്യണം, ബൾക്ക് ബുക്കിംഗ് എങ്ങനെയാണ്, ക്യാൻസലേഷൻ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുമ്പ് ഷാഹിദ് ചോദിച്ച പോലെ തന്നെ ഇതൊക്കെ ഉള്ള ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. കാരണം ഒരു ഇൻഡസ്ട്രി ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പ്രാക്ടിക്കലി കാര്യങ്ങൾ മനസ്സിലാക്കുക, തിയററ്റിക്കലായിട്ട് മനസ്സിലാക്കുക, പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ വെയിറ്റേജ് മനസ്സിലാക്കുക, പിന്നെ ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് മനസ്സിലാക്കുക. ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു നെക്സ്റ്റ് ഒരു ഓപ്ഷന് വേണ്ടി പോകേണ്ട ആവശ്യമില്ല, സേഫാണ്.